പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് മോണോക്രോം പ്രിന്ററായ എപ്സൺ M2050 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം എപ്സൺ M2050 ഡ്രൈവർ എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് epson.co.india വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. സൈറ്റ് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ടാവും. അതായിരിക്കും നിങ്ങൾ വിൻഡോസിൻ്റെ വെർഷൻ വരുന്നത്. മുകളിലോട്ട് പോകുന്ന സമയത്ത് കണ്ടില്ല ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിന് ശേഷം കാണുന്ന ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. അതിനുശേഷം താഴോട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെ ഡ്രൈവേഴ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ രണ്ടാമതായിട്ട് കാണുന്ന ഓപ്ഷൻ കണ്ടില്ല, വിൻഡോസ് പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത്. അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുള്ളൂ. അതാണ് നിങ്ങൾ ഈ മുകളിൽ കാണുന്ന എപ്സൺ സ്കാൻ ടു പറഞ്ഞ വിൻഡോസ് സ്കാനർ ഡ്രൈവർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്തു. ഇത് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പേജിലോട്ട് വന്നു. ഇവിടെ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. കൂടെ വീഡിയോയിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആൾറെഡി USB കേബിൾ കണക്റ്റഡ് ആണെങ്കിൽ റിമൂവ് ചെയ്യണം. ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത അവസാന ഭാഗത്തുമ്പോഴാണ് USB കേബിൾ കണക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഫയലിൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. എക്സ്ട്രാക്റ്റിംഗ് നടന്നാണ്ട് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ താഴെ കാണുന്ന ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തുകൊണ്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പിന്നെ കാണുന്ന ഇവിടെ എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗത്തുന്ന സമയത്ത് കണക്ഷൻ മെത്തേഡ് ചോദിക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് നെറ്റ്വർക്ക് അല്ല, USB കണക്ഷനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവിടെ മെസ്സേജ് വരുന്നതാണ്. USB കണക്ഷനാണ് ഇവിടെ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇവിടെ നോ USB കണക്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അത് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മെസ്സേജ് വന്നുകൊണ്ട് നമുക്ക് പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്ത വർക്കെല്ലാം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഫയൽ എന്തെങ്കിലും ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രിൻ്റ് കൊടുക്കാവുന്നതാണ്, പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. ഞാനിപ്പോൾ സാമ്പിളിന് വേണ്ടി ടെസ്റ്റ് പേജ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനാദ്യം ഞാൻ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുകയാണ്. കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്ത് അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് അതിൽ പ്രിൻ്റ് ടെസ്റ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് ആ പ്രോബ്ലം സോൾവ് ആവുന്നതാണ്.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.